നമസ്കാരം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്നലെ പെസഹ ആചരിച്ചു. ഇന്ന് ദുഃഖവെള്ളി. യേശു തന്നെ ശൂന്യനാക്കി തൻ്റെ കുരിശുമരണത്തിനായി ഒരുങ്ങുകയാണ്. പെസഹായുടെ വേളയിൽ തൻ്റെ ശിഷ്യരുടെ പാദങ്ങളൊക്കെ കഴുകി പെസഹ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ഗത്സമേൻ തോട്ടത്തിലെത്തുന്നു. രാത്രിയിൽ വേദനയോടെ തൻ്റെ പിതാവിനോട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ രൂപം, അവിടുത്തെ ആ വേദനയോടെയുള്ള പ്രാർത്ഥന നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സങ്കടക്കടൽ തന്നെ തീർക്കും. ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനെ എന്തിനാണ് യൂദാസ് വന്ന് യഹൂദ പ്രമാണികൾക്ക് കാണിച്ചു കൊടുത്തത് എന്നൊരു ചോദ്യം സാമാന്യ ജനത്തിൻ്റെയൊക്കെ മനസ്സിലുണ്ടാകും. കാരണം പരസ്യമായി ആ നാട് മുഴുവൻ പ്രസംഗിച്ച് നടന്നവനാണ് ഈശോ. ദേവാലയത്തിലെത്തി പുരോഹിതന്മാരോടൊക്കെ കലഹിച്ചവനാണ് ഈശോ. തലയാഴ്ച മാത്രം ജനങ്ങളുടെ മുഴുവൻ ജയ് വിളികളാൽ രാജാവെന്ന ഓശാന വിളിച്ച് കഴുതപ്പുറത്ത് പരസ്യമായി വന്നവനാണ് ഈശോ. അങ്ങനെയുള്ള ഈശോയെ തിരിച്ചറിയാൻ വേണ്ടി ഒരു യൂദാസ് വന്ന് യഹൂദ പ്രമാണികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതൊരു സാമാന്യമായ സംശയം മാത്രമാണ്. ഇവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത നാം അറിയേണ്ടത്. കാരണം അവൻ എല്ലാ കാര്യങ്ങളിലും, നിയമം അനുസരിക്കുന്നതിൻ്റെ കാര്യത്തിലും, വേഷത്തിലും, ഭാവത്തിലും, വേദനയിലുമൊക്കെ സാമാന്യ ജനങ്ങളോട് സമാനനാകുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയൊക്കെ നാം ഇന്ന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നവനാകാം എന്ന് ശ്രമിക്കുമ്പോഴാണ് ഇതാ ഇവിടെ ഇങ്ങനെയൊരു ഗുരു, സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രൻ സാമാന്യ ജനങ്ങളെപ്പോലെ ആകാൻ ശ്രമിക്കുന്നു. സാമാന്യ ജനങ്ങളുടെ വേദന പോലെ, അവരുടെ വേഷം പോലെ, അവരുടെ ഭാവം പോലെ, അവരെ പോലെ നിയമത്തിന് വിധേയനാകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത. കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിന് അധികാരത്തോടുണ്ടായിരുന്ന മനോഭാവം, സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രനാണ് താനെന്ന ബോധ്യം അവിടത്തേക്കുണ്ടായിരുന്നെങ്കിലും ആ അധികാരം പ്രകടമാക്കാനോ പ്രയോഗിക്കാനോ യേശു അല്പം പോലും ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വമായി അതിലേക്ക് വന്നിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, അധികാരമുണ്ടായിരിക്കുകയും അത് മനഃപൂർവ്വമായി പ്രയോഗിക്കാതിരിക്കുകയും ചെയ്യണമെങ്കിൽ അസാമാന്യമായ ആത്മീയ ഭാവം ഉണ്ടായിരിക്കണം. അതായിരുന്നു യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് ഒന്ന് നോക്കിക്കോളൂ. നമ്മുടെ മന്ദിരങ്ങളിൽ, നമ്മുടെ നേതാക്കന്മാരിൽ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ, എന്തിനേറെ നമ്മുടെ സഭാ സ്ഥാപനങ്ങളിൽ വരെ ഒന്നുമില്ലാത്തവർ അധികാരികളായി ചമയുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു അധികാരമില്ലായ്മയെക്കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കേണ്ടത്. വാസ്തവത്തിൽ അത് അസാമാന്യമായ ഒരു ആത്മീയ ഭാവം തന്നെയാണ്. പുരുഷാരത്തിൻ്റെ പിടിയിലകപ്പെട്ട് അപമാനിതനായി നിൽക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ ഭാവം ഏതാണ്ട് ഒരു നിസ്സംഗതയുടെ തന്നെയാണ്. യേശുക്രിസ്തുവിനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വാളെടുക്കുന്ന പത്രോസിനോടായി അവിടുന്ന് പറയുന്നുണ്ട്, എൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ അവിടുന്ന് ദൂതന്മാരുടെ വ്യൂഹങ്ങളെ അയച്ച് എന്നെ രക്ഷിക്കുകയില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായും ഇവിടെയും നാം കാണുന്നത് ആത്മീയതയുടെ അസാമാന്യമായ ഭാവം തന്നെയാണ്. ലോക ചരിത്രത്തിലെ എത്രയോ വിപ്ലവകാരികൾക്ക്, അല്ലെങ്കിൽ നിരപരാധികൾക്ക് യേശുക്രിസ്തു കടന്നു പോയതുപോലെയുള്ള പീഡകളിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കാം. പക്ഷേ അവിടെ നിന്നൊക്കെ യേശു വ്യത്യസ്തനാകുന്നത് തനിക്ക് അധികാരമുണ്ടായിരുന്നിട്ടും, ആ അധികാരം ഉപയോഗിച്ച് തനിക്ക് രക്ഷപ്പെടാമായിരുന്നിട്ടും തനിക്ക് കിട്ടിയ പീഡകളെയെല്ലാം, കുരിശുമരണത്തെ ഉൾപ്പെടെ വളരെ സന്തോഷത്തോടെ, സന്മനസ്സോടെ സ്വീകരിച്ചു എന്നതിലാണ്. അന്ത്യപ്രലോഭനങ്ങളുടെ തുടക്കത്തിൽ നിക്കോസ് കസൻസാക്കീസ് പറയുന്നത് പോലെ, ലവ് ക്രൈസ്റ്റ് ബെറ്റർ ദാൻ എവർ ബിഫോർ, മോർ ദാൻ എവർ ബിഫോർ. ഇതായിരിക്കണം ഓരോ ദുഃഖവെള്ളിയാഴ്ചയും നമ്മോട് പറയുന്നത്. കാൽവരിയിൽ ഉയർന്ന കുരിശ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, അതെപ്പോഴും അവിടെ തന്നെയുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്താനൊക്കെ നമുക്ക് കരുത്തു പകർന്നു നൽകേണ്ടത് ആ കുരിശാണ്. തീർച്ചയായും ആ കുരിശിലേക്ക് നോക്കി തന്നെ വേണം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ. പഴയ നിയമത്തിൽ കൈപ്പേറിയ വെള്ളത്തിന് മധുരം നൽകാൻ വേണ്ടി കർത്താവ് മോശയ്ക്ക് തടിക്കഷ്ണം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കണം കാൽവരിയിലെ കുരിശ്.
കുരിശുമരണത്തോട് ചേർന്ന് അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയോട് ചേർന്ന് നമ്മുടെ ചിന്തയിൽ വരേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈശോയുടെ കുരിശുമരണത്തെ കൂടുതൽ ദുഃഖഭരിതമാക്കിയ 2 വ്യക്തികളെക്കുറിച്ചുള്ള ചിന്ത. ഒന്ന് യൂദാസാണ്. ഈശോയെ ഒറ്റിക്കൊടുത്ത ശേഷം യൂദാസ് നിർമ്മല രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോയി തൂങ്ങിച്ചാവുകയാണ് ചെയ്യുന്നത്. അതായത് അവൻ പാപത്തിനു മേൽ പാപം ചെയ്യുകയാണ്. രണ്ടാമത്തെ ആൾ പത്രോസാണ്. താൻ പ്രാണന് തുല്യം സ്നേഹിച്ച ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് അനുതപിച്ചുകൊണ്ട് പത്രോസ് ഹൃദയം നുറുങ്ങി കരയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ പോലെയുള്ള അനുതാപത്തിൻ്റേതായ ഈ കരച്ചിലാണ് ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ അനുതപിച്ച് കരഞ്ഞ് തിരികെ ചെല്ലുന്നവരെ നോക്കി കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറയുന്നു, തിരികെ വരിക, എൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. കാരണം പ്രിയമുള്ളവരെ, അവൻ വഹിച്ചത് നമ്മുടെ ഭാരങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ പാപങ്ങളായിരുന്നു. തീർച്ചയായും അനുതപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് തിരികെ ചെല്ലാം. അവിടുത്തെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്. തീർച്ച.